ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചേന കൊണ്ട് ഉണ്ടാക്കാവുന്ന എൻ്റെ 5ാമത്തെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ചോറിലേക്ക് മാത്രമല്ല, ദോശ, ചപ്പാത്തി ഇതിലേക്കൊക്കെ അടിപൊളി കോമ്പിനേഷനാണ് ഈ കറി. വ്യത്യസ്തങ്ങളായ വെജ് റെസിപ്പികൾ പരീക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നവർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ മുന്നേ ഷെയർ ചെയ്തിട്ടുള്ള ചേന റെസിപ്പികളുടെയും അതുപോലെ തന്നെ ഒരുപാട് വെജ് റെസിപ്പികളുടെയും ഒക്കെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ തുടർന്നും ഞാൻ വെജും നോൺ വെജ് ആയിട്ടുള്ള ഒരുപാട് റെസിപ്പികൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അതൊക്കെ മിസ്സാവാതെ കാണണം എന്നുള്ളവർ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് ഈ കറിയിലേക്ക് 400 ഗ്രാം ചേനയാണ് വേണ്ടത്. ചേനത്തോലിയൊക്കെ കളഞ്ഞ് ക്ലീനാക്കി കട്ട് ചെയ്തതിന് ശേഷം കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം. ഒപ്പം കറിയിലേക്ക് വേണ്ട കുറച്ച് ചേരുവകൾ കൂടെ ഇപ്പം ചേന വേവിക്കുന്നതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ ചേന കട്ട് ചെയ്തിട്ടുള്ളത്. ഇതിലും ചെറുതാക്കുകയാണെങ്കിൽ കുക്കറിൽ വേവിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ഉടഞ്ഞു പോകും. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ സബോള നൈസായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് എരിവിനനുസരിച്ച് പച്ചമുളക് നടുകീറിയതാണ്. ഞാനൊരു 5-6 എടുത്തിട്ടുണ്ട്. പിന്നെ 4 വലിയ വെളുത്തുള്ളി അരിഞ്ഞത്. നിങ്ങൾക്ക് കറിയിൽ കുറച്ച് പുളി ഇഷ്ടമാണെങ്കിൽ ഒരു ചെറിയ തക്കാളി അല്ലെങ്കിൽ ഒരു വലിയ തക്കാളിയുടെ പകുതി ചേർക്കാം. പിന്നെ നമുക്കിതിലേക്ക് 1/4 കപ്പ് പരിപ്പ് കൂടെ വേണം. പരിപ്പ് നന്നായി ഒന്ന് കഴുകി അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം വേണം വേവിക്കാനായിട്ട് ഇതിലേക്ക് ചേർക്കാൻ. പരിപ്പ് ചേനയുടെ കൂടെ ഒരുമിച്ചിട്ട് തന്നെ വേവിക്കുകയും വേണം. എന്നാൽ കറിയിൽ പരിപ്പുള്ളത് അറിയാത്ത അത്രയും തരത്തിൽ നല്ല പോലെ ഒന്ന് വെന്തുടയും വേണം. അപ്പോൾ അതിനാണ് നമ്മൾ അരമണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാനായിട്ട് ഇടുന്നത്. ഇനി ചേരുവകളെല്ലാം മുങ്ങിക്കെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും. ഞാൻ 2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 2 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ 1.5 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. തേങ്ങ അരച്ച് ചേർക്കുന്നത് ഇഷ്ടമില്ലെങ്കിൽ അതിന് പകരം കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് ചുവന്നുള്ളിയാണ്. തേങ്ങയ്ക്കും ചുവന്നുള്ളിക്കും അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. 1/2 ടീസ്പൂൺ നല്ല ജീരകവും അരയ്ക്കാൻ പാകത്തിന് വെള്ളം കൂടെ ചേർത്ത് ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ ചേനയും പരിപ്പൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. 2 വിസിലടിച്ച് കുക്കറിലെ പ്രഷർ മുഴുവൻ പോയതിന് ശേഷം വേണം മൂടി തുറക്കാൻ. ചേന നന്നായി ഒന്ന് ഉടച്ചെടുക്കാൻ പറ്റുന്ന അത്രയും വെന്ത് കിട്ടണം. എന്നാലോ പരിപ്പ് പോലെ മുഴുവനായി വെന്ത് പേസ്റ്റ് പോലെ ആവാനും പാടില്ല. ഇനി ചേന കൂടുതലായിട്ട് വെന്തുടയുന്നത് ഇഷ്ടമല്ലാത്തവർക്ക് കുക്കറിൽ പരിപ്പിൻ്റെ ഒപ്പം തന്നെ ഇത് വേവിക്കണമെന്നൊന്നുമില്ല കേട്ടോ. പരിപ്പ് വേവിച്ചതിലേക്ക് ചേന സെപ്പറേറ്റ് വേവിച്ചതിന് ശേഷം ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ കറിക്ക് നിങ്ങൾക്ക് എത്രയാണ് ലൂസ് വേണ്ടത് അതിനാവശ്യമായിട്ടുള്ള വെള്ളം മിക്സിയിലൊന്ന് ഒഴിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് പോരാത്തത് ഇപ്പോൾ ചേർത്ത് കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. ഇതിന് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ചെറുതായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. തേങ്ങയും പിന്നെ മറ്റ് വെജിറ്റബിൾസും ഒക്കെ നന്നായി ഒന്ന് മിക്സായി വരാൻ വേണ്ടി മാത്രം ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചാൽ മതി. കൂടുതലായിട്ട് തിളപ്പിച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, തേങ്ങ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം കറി തുമിക്കാൻ വേണ്ടി പാൻ ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെക്കാം. ഒന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് ഓയിലൊന്നും തരി പോലും നമ്മൾ ഇതിന് മുന്നേ ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് തൂമിക്കാനായിട്ട് ഞാൻ കുറച്ചധികം തന്നെ വെളിച്ചെണ്ണ എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് കടുക് ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഞാൻ ഏകദേശം 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് കടുക് എടുത്തിട്ടുണ്ട് കേട്ടോ. കടുക് മുഴുവനായിട്ട് പൊട്ടി വന്നാൽ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം 5-6 ചുവന്ന മുളക് 3-4 പീസാക്കി കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ചേർക്കാം. ചേനയും പരിപ്പും കൂടിയിട്ടുള്ള ഈ ഒരു കോമ്പിനേഷൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ട ഒരു കറിയാണ് കേട്ടോ ഇത്. നമ്മൾ എപ്പോഴും പരിപ്പിൻ്റെ കൂടെ ചേർത്ത് കറി വെക്കാറുള്ള വെജിറ്റബിൾസിനേക്കാളൊക്കെ ചേന ചേർത്ത് പരിപ്പ് കറി വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയാൽ മറക്കാതെ ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ വെജ് റെസിപ്പികൾ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റായി തന്നെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലെ ഈസിയും ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.